10 വർഷക്കാലം LDF ഗവൺമെൻറ് ആണ് ഇവിടെ ഭരിച്ചിരുന്നത്. അവരുടെ ഭരണത്തിൻ്റെ ഫലമായി വന്ന വികസനം എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ് ഈ IPT കുളപ്പുള്ളി നീള ഹോസ്പിറ്റൽ റോഡ്. ആ റോഡിൻ്റെ തകർച്ച കാലങ്ങളായി ഇവിടെ നടന്നു വരികയാണ്. ഈ പ്രദേശത്തെ ജനങ്ങളെ ദുരിതങ്ങളിൽ നിന്നും ദുരിതങ്ങളിലേക്ക് തള്ളിവിടുന്ന ഒരു സമീപനമാണ് നാളിതുവരെ സ്വീകരിച്ചു വന്നത്. ഓങ്ങല്ലൂർ ഈ പാലം കഴിഞ്ഞ വേനൽക്കാലങ്ങൾ എല്ലാം പോയിട്ടും ഇന്ന് വരെ അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ സാധിക്കാത്ത ഒരു കോൺട്രാക്ടറും അതുപോലെ അതിന് നേതൃത്വം കൊടുത്ത പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിനും ജനങ്ങളെ ദുരിതത്തിൽ നിന്നും ദുരിതങ്ങളിലേക്ക് തള്ളിവിടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ വികസനത്തിൻ്റെ പൂക്കാലമാണ് വികസനം എന്ന പേരിൽ ഇവിടെ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ സമീപനം ഒരു 4 ചില്ലാനം വർഷമായി ഈ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം കാണാൻ ഏതായാലും ഞങ്ങൾ ഓങ്ങല്ലൂർ മണ്ഡലം മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഇത് ബന്ധപ്പെട്ട അധികാരികളെ ഈ വിവരം ഞങ്ങൾ അറിയിക്കുന്നതും തുടർ നടപടി സ്വീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യും. ഈ വഴിക്ക് വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ എഞ്ചിനീയർ പാലക്കാടാണ്. അത്ര ശക്തമായ പ്രതിഷേധവുമായി MLAയുടെ വീട്ടുപടിക്കൽ മോട്ടോർ തൊഴിലാളി യൂണിയൻ INTC-യുടെ പ്രതിഷേധ സമരം ഞങ്ങൾ സംഘടിപ്പിക്കും. MLAയുടെ വീട്ടുപടിക്കൽ വെച്ചിട്ട് എത്രയും പെട്ടെന്ന് ഇതിനുള്ള ഒരു പരിഹാരം കാണേണ്ടതുണ്ട്. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.